PM ശ്രീ വിഷയത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഭാഗത്തു നിന്നുള്ളൊരു അനുനയ നീക്കം നടന്നു, അതും പാളി. അനുനയത്തിന്റെ ഭാഗമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ MA ബേബി ഫോണിൽ വിളിച്ചെങ്കിലും CPI ഇനിയും വഴങ്ങാൻ തയ്യാറല്ല. PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ട നടപടിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. PM ശ്രീ വിഷയത്തിൽ CPI തുടക്കം മുതൽ എടുത്തിരിക്കുന്ന അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം CPM ഒരു സമവായത്തിന്റെ വഴി തുറന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിലേക്ക് അടുക്കുന്നതിന് വേണ്ടി CPI ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലും നാളെ മന്ത്രിസഭയിൽ മന്ത്രിമാർ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സെക്രട്ടേറിയറ്റ് യോഗത്തിലും എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ CPI-യുടെ എതിർപ്പ് അവഗണിക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ സമവായത്തിലൂടെ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോവുക എന്നതാണ് CPM ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരും CPM-ഉം നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം വൈകുന്നേരത്തേക്ക് മാറ്റിയിരിക്കുന്നത്. സാധാരണഗതിയിൽ 10 മണിക്കാണ് ബുധനാഴ്ച മന്ത്രിസഭാ യോഗം നടക്കാറ്. എന്നാൽ നാളെ 3:30-ക്കാണ് മന്ത്രിസഭാ യോഗം നടക്കുക. അത്തരത്തിലൊരു സമവായത്തിൻ്റെ പാതയാണ് CPM തുറന്നിരിക്കുന്നത്. പക്ഷേ അടുക്കാൻ ഇപ്പോഴും CPI തയ്യാറല്ല. CPI ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇത് LDF യോഗത്തിൽ ചർച്ച ചെയ്യണം, ഒപ്പം തന്നെ ഈ ധാരണാപത്രത്തിൽ നിന്നും പിന്നോട്ട് പോകണം എന്നുള്ളതാണ്. പക്ഷെ അതിന് എത്രമാത്രം CPM അംഗീകരിക്കുമെന്നുള്ളതും നിർണായകമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്ന തെറ്റിദ്ധാരണ വേണ്ട. അതാണ് പരിമിതി, അതാണ് ഗവൺമെന്റിന്റെ പരിമിതി. ഒരു ഭാഗത്ത് പരിമിതിയുണ്ട്, മറുഭാഗത്ത് അവസരവും. അവസരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക, പരിമിതി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും നേരത്തെ വലിയ ഒരു പ്രകോപനത്തിലേക്ക് CPM നീങ്ങിയിരുന്നില്ല എങ്കിൽ ഇന്ന് കൃഷിവകുപ്പിന് കീഴിലുള്ള കാർഷിക സർവകലാശാലയിലേക്ക് SFIയുടെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു, പ്രതിഷേധമുണ്ടായിരുന്നു. ഇതെല്ലാം അത്ര ലാഘവത്തോടുകൂടി ഈ വിഷയത്തെ നോക്കിക്കാണാൻ കഴിയുന്നതുമല്ല. നിലപാടുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളാണ് ഇതുവരെ കണ്ടതെങ്കിൽ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകളും നമ്മൾ ഇന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം അത്ര പരിഹരിക്കുക എളുപ്പമല്ല. ഇതങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ഇടതുമുന്നണിക്കും നല്ലതാകില്ല. പ്രൈം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.